നമസ്കാരം. മല്ലു ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യുഎഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ നടന്ന ബാഴ്സലോണ ഡോർട്ട്മുണ്ട് മത്സരത്തിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ബാഴ്സ ജയിക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിരുന്നു. പക്ഷേ 4-0 സ്കോർ ലൈൻ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. മറ്റൊരു മത്സരത്തിൽ ആസ്റ്റൺ വില്ലയെ 3-1 പരാജയപ്പെടുത്തിക്കൊണ്ട് PSG മുന്നേറ്റം തുടരുകയാണ്. കവർഷീലയുടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗോളൊക്കെ ഉണ്ട്, നിങ്ങൾ കാണുന്നത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബാഴ്സയെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4-2-3-1 എന്നുള്ള ഫോർമേഷനിലാണ് ബാഴ്സലോണ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുപോലെ പെർഫോം ചെയ്തിട്ടുള്ള ഒരു മാച്ചാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ ഡിഫൻസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുബാർസിയും മാർട്ടീനസും ബാൽദിയൊക്കെ അടങ്ങുന്ന ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡിഫൻസീവ് പെർഫോമൻസ്. പക്ഷേ ഇന്നത്തെ താരം എന്ന് പറയുന്നത് പിവറ്റിൽ കളിച്ചിട്ടുള്ള ആ ഒരു മിഡ്ഫീൽഡേഴ്സ് തന്നെയാണ്. പെഡ്രി ആൻഡ് ഡിയോങ് ഇമെൻസ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഇന്ന് പുറത്തെടുത്തു. കാരണം ഇപ്പോൾ ഡോർട്ട്മുണ്ടിനെതിരെ ഹൈലൈൻ കളിക്കുക എന്ന് പറയുന്നത് നല്ല ത്രെട്ടുള്ള കൗണ്ടർ അറ്റാക്ക് വരാൻ ചാൻസ് കൂടുതലുള്ള സിറ്റുവേഷനാണ്. പക്ഷേ നല്ല രീതിയിൽ തന്നെ ഈ കൗണ്ടർ അറ്റാക്സൊക്കെ മാനേജ് ചെയ്യാൻ ഒരു പരിധിവരെ ഈ മിഡ്ഫീൽഡേഴ്സിനും അതുകൂടാതെ പിവറ്റ്സ് ആയിട്ട് കളിച്ചിട്ടുള്ള പ്ലേയേഴ്സിനും സാധിച്ചു എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഒഫൻസിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റഫീഞ്ഞ, യമാൽ അടങ്ങുന്ന ആ ഒരു ത്രെട്ട് ലോപ്പസ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ലെവൻഡോസ്കി സ്ട്രൈക്കറായിട്ട് മുമ്പിൽ നിൽക്കുകയും ചെയ്തു. അങ്ങനെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ബാഴ്സയുടെ സൈഡിൽ നിന്ന് കണ്ടു. കളി തുടങ്ങി ആദ്യത്തെ മിനിറ്റിൽ തന്നെ സിഗ്നൽ വളരെ കറക്റ്റായിരുന്നു. ഓവർലോഡ് ചെയ്യുക, മാക്സിമം ചാൻസ് ക്രിയേറ്റ് ചെയ്യുക, കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൊരു ടാർഗറ്റ് മോഡൽ തന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. യമാലിന് 5-ാം മിനിറ്റിലൊരു ചാൻസ് കിട്ടി. അതുകൂടാതെ ലെവൻഡോസ്കിക്ക് ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കോബൽ ഒരു പരിധിവരെ കളിയിൽ പിടിച്ചു നിർത്തി എന്ന് പറയേണ്ടി വരും. പക്ഷേ അധിക സമയം ഈ ഒരു അറ്റാക്ക് നേരിടാൻ ശരിക്കും പറഞ്ഞാൽ ഡോർട്ട്മുണ്ടിന് കഴിഞ്ഞില്ല. അവരുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്കുകൾ വരാൻ തുടങ്ങി. അങ്ങനെ റഫീഞ്ഞയാണ് കളിയുടെ 25-ാമത്തെ മിനിറ്റിൽ സ്കോർ ചെയ്യുന്നത്. ഇവിടെ ലോപ്പസ് എടുത്തിട്ടുള്ള ഒരു ഫ്രീ കിക്ക് മാർട്ടിനസ് ആ ബോള് കുബാസിയുടെ കാലിലേക്ക് എത്തിക്കുന്നു. കുബാസി റൈറ്റ് ഹാൻഡ് സൈഡ് കോർണറിലേക്ക് ഈ ബോൾ പ്ലേസ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ഗോളായിരുന്നു. പക്ഷേ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം സ്ലൈഡ് ചെയ്തുകൊണ്ട് റഫീഞ്ഞ ബോൾ പോസ്റ്റിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ 25-ാമത്തെ മിനിറ്റിൽ 1-0 ലീഡിലേക്ക് ബാഴ്സ എത്തുകയാണ്. അതിനുശേഷം 1-2 ചാൻസുകൾ ശരിക്കും പറഞ്ഞാൽ ഡോർട്ട്മുണ്ട് സൈഡിൽ നിന്നുണ്ടായിരുന്നു. 36-ാമത്തെ മിനിറ്റിൽ ഡോർട്ട്മുണ്ട് ഉറപ്പായിട്ട് സ്കോർ ചെയ്യേണ്ട ഒരു ചാൻസ് ആയിരുന്നു. ചുക്കുമേക്ക ഒരു ഫ്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ബോൾ ഗുരൈസിലേക്ക് എത്തിക്കുകയാണ്. ഗുരൈസി ഒരു ടച്ച് എടുക്കുന്നു. പക്ഷേ പുള്ളിയുടെ ആ ഒരു വീക്ക് ഷോട്ട് ഡയറക്റ്റായിട്ട് സെസ്നിയുടെ കാലിലേക്കാണ് എത്തിയിട്ടുള്ളത്. പുള്ളി ആ ബോൾ സേവ് ചെയ്തു. ഉറപ്പായിട്ടും ഒരു 1-on-1 ടാർഗറ്റ് എടുത്തുകൊണ്ട് പോസ്റ്റിലേക്ക് എത്തിക്കേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു. അത് മിസ് ചെയ്താണ് ഡോർട്ട്മുണ്ട് മുമ്പോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 1-0 ലീഡോടെ ബാഴ്സലോണ മുമ്പോട്ട് പോയി. സെക്കൻഡ് ഹാഫ് തുടങ്ങിയോടെ അവർ ഗിയർ വീണ്ടും മാറ്റി 1-1 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവിടെയാണ് നമ്മൾ ഫുട്ബോൾ ഇൻ്റലിജൻസ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്. ഇപ്പോൾ യമാലിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടെക്നിക്ക് മാത്രമല്ല, ഏത് സമയത്ത് ബോൾ റിലീസ് ചെയ്യണം, ഏത് സമയത്ത് 1-2 എടുക്കണം, എപ്പോൾ കട്ട് ബാക്ക് ചെയ്യണം, ഇങ്ങനെ കളിയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറായിട്ട് യമാൽ വളർന്നു വരികയാണ്. അതുകൂടെ ടെക്നിക്ക് കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലിലേക്ക് കാര്യങ്ങൾ പോകുന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. അങ്ങനെ യമാലിൻ്റെ ഒരു ക്രോസ് ലെഫ്റ്റ് വിങ് കോർണറിലുള്ള റഫീഞ്ഞയുടെ ഹെഡറിലേക്കാണ് എത്തുന്നത്. ഇപ്പം മറ്റേതെങ്കിലും പ്ലെയർ ആണെങ്കിൽ ഡയറക്റ്റായിട്ടൊരു ഹെഡറിന് ശ്രമിക്കും, ചിലപ്പോൾ ആ ബോൾ പുറത്തേക്ക് പോകും. എന്നാൽ റഫീഞ്ഞ ചെയ്തത് ലെവൻഡോസ്കിയുടെ സൈഡിലേക്ക് അത് ഹെഡ് ചെയ്ത് വിടുകയാണ്. ഒരു ഫ്രീ ഹെഡറായിരുന്നു. അങ്ങനെ 2-0 ലീഡിലേക്ക് ബാഴ്സലോണ എത്തി. അധികം വൈകാതെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ബാഴ്സലോണ ക്രിയേറ്റ് ചെയ്തു. ഇവിടെയാണ് ഞാൻ പറയുന്നത്, യമാലുമായിട്ട് റൈറ്റ് വിങ്ങിലൂടെ ഒരു 1-2 എടുക്കുന്നു. ലോപ്പസ് മുമ്പോട്ട് പോയി കട്ട് ബാക്ക് ചെയ്തുകൊണ്ട് ഈ ബോള് ലെവൻഡോസ്കിയുടെ കാലിലേക്ക് എത്തിക്കുകയാണ്. ലെവൻഡോസ്കി ഒരു ഗ്രൗണ്ട് ഷോട്ട് എടുക്കുന്നു. കോബലി ചാടിയൊക്കെ നോക്കി, പക്ഷേ പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു വളരെ കൺവിൻസിങ് ആയിട്ടുള്ള 3-0 ലീഡിലേക്ക് ബാഴ്സ എത്തുകയാണ്. ഇവിടെ പ്ലേയേഴ്സിൻ്റെ മൂവ്മെൻ്റ് ആയാലും വളരെ പെട്ടെന്ന് തന്നെ മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ റിക്കവർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആയാലും പെഡ്രിയുടെ ഒക്കെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവലിലുള്ള കോൺട്രിബ്യൂഷനാണ്. ഡിയോങ്ങിൻ്റെ സൈഡിൽ നിന്ന് കൗണ്ടർ സ്റ്റോപ്പ് ചെയ്യുന്നതിലും ബോൾ വിൻ ചെയ്യുന്നതിലും നല്ല രീതിയിലുള്ള എഫേർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ പ്ലേയേഴ്സിൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാക്ക് ബാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്യാനും ബാഴ്സയുടെ സൈഡിൽ നിന്ന് പ്ലേയേഴ്സ് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു.
അങ്ങനെ അവസാന നിമിഷം മറ്റൊരു ഓപ്പർച്യൂണിറ്റി പിന്നെ ബാഴ്സയെ തേടി എത്തി. ആ ഗോള് ശരിക്കും പറഞ്ഞാൽ ബ്രാഡിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ ലൂസ് ചെയ്യുന്നു. ഇവിടെ ലെവൻഡോസ്കി റഫീഞ്ഞയിലേക്ക് ബോൾ പാസ് ചെയ്യുന്നു. ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് റഫീഞ്ഞ കൊടുത്തിട്ടുള്ള ആ ഒരു ക്രോസ് ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്രോസ് ആയിരുന്നു. യമാൽ ഒരു ടച്ച് എടുത്ത് പോസ്റ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു പ്ലേസ്മെൻറ്റ് ഷോട്ടിലൂടെ അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു. അതോടെ 77ാമത്തെ മിനിറ്റിൽ 4-0 ലീഡിലേക്ക് ബാഴ്സ എത്തുകയാണ്. അതോടുകൂടി കളി കയ്യിൽ നിന്ന് പോയി. പിന്നീട് തിരിച്ചു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പോലും ഡോർമുണ്ടിന് കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ലഗോടെ ഡോർമുണ്ട് കളിയിൽ നിന്ന് പുറത്തേക്ക് പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ബ്രില്യൻ പെർഫോമൻസ് ഫ്രം ബാഴ്സ. ഇത് നെക്സ്റ്റ് ലെവലിലേക്ക് അവർ പോകട്ടെ. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.